പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം 4-ാം വാക്യം. തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. ശാരീരികമായും മാനസികമായും ക്ഷീണിച്ചു തളർന്നു പോകുന്ന അനുഭവമില്ലാത്തവർ ചുരുക്കമാണ്. പ്രത്യേകിച്ച് ഈ കാലയളവിൽ അങ്ങനെയുള്ളവരുടെ അനുഭവങ്ങൾ പൂർവാധികം വർദ്ധിച്ചു വരികയുമാണ്. അന്ത്യകാലത്തിൻ്റെ ഒടുവിലേക്കാണ് നാം എല്ലാവരും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് ദുഷ്കാലം തന്നെ. അതുകൊണ്ട് സാമ്പത്തികമായും സാംസ്കാരികമായും പരിഷ്കാരപരമായും മറ്റും വളരെയധികം പുരോഗതികൾ അനുദിനം അനുഭവിച്ചു വരുന്നവരാണ് മനുഷ്യരോരോരുത്തരും. അതിനനുസരിച്ച് മാനസികമായ സന്തോഷമോ സമാധാനമോ സംതൃപ്തിയോ വർദ്ധിക്കുന്നില്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് പരമാർത്ഥം തന്നെ. അനർത്ഥങ്ങളും അപകടങ്ങളും രോഗങ്ങളും മനസ്സിനെ തളർത്തിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ അനുദിനം നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പല പകർച്ചവ്യാധികളും അനിഷ്ട സംഭവങ്ങളും വർദ്ധിച്ചു വരുന്നു. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കുന്നു. യുദ്ധങ്ങളുണ്ടാകുന്നു. മാരക രോഗങ്ങൾ, ആകസ്മികമായ മരണങ്ങൾ, വേർപാടുകൾ, സാമ്പത്തിക തകർച്ച, ഇങ്ങനെ മനസ്സിനെ തളർത്തുന്ന ഒത്തിരി സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടും നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ താങ്ങുവാനും അവരെ ഉറപ്പിക്കുവാനും ദൈവമക്കളായ നമുക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും തിരുവചനങ്ങളും പറഞ്ഞ് ആശ്വസിപ്പിക്കുവാനും കഴിയുന്നുണ്ടോ? തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു എന്ന് പ്രവാചകൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവമക്കൾ അന്യോന്യം ആശ്വസിപ്പിക്കും. പണ്ട് കാലങ്ങളിൽ അന്യോന്യം ആശ്വസിപ്പിക്കുകയും കരുതുകയും മറ്റുള്ളവരെ താങ്ങുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങളുണ്ടായിരുന്നു. ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളെപ്പോലെ ജീവിക്കേണ്ടവരാകുന്നു നാം ഓരോരുത്തരും. അങ്ങനെ നാം ചെയ്യുന്നുണ്ടോ എന്ന് ഈ ദിവസങ്ങളിൽ പരിശോധിക്കുക. പണ്ടത്തെ അനുഭവങ്ങൾ, പണ്ടൊരു സഭാവിശ്വാസി, സഭാമക്കൾ എൻ്റെ കൂടപ്പറപ്പ് എന്നുള്ളത് പോലെ അവരെ കരുതുന്ന, അവരെ സ്നേഹിക്കുന്ന, അവരെ താങ്ങുന്ന, അവരെ ആശ്വസിപ്പിക്കുന്ന ഒത്തിരി അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളിലേക്ക് നമുക്ക് മടങ്ങി വരാം. തിരുവചനം അതുകൊണ്ട് പറയുന്നു, ശിഷ്യന്മാരുടെ നാവ് ആശ്വസിപ്പിക്കേണ്ട ദൈവം തന്നിരിക്കുന്നു.